അശോക്, എനിക്കറിയാം സിഹിയെ നിങ്ങൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ പ്ലീസ് അതോർത്ത് വിഷമിക്കരുത് അശോക്. നമുക്കും സുബിയെ സിഹിയായിട്ട് കാണാം. അതെ മോളെ, പക്ഷേ ഈ ചിതാഭസ്മ ഇനി എന്ത് ചെയ്യണമെന്ന് അശോക് പറയുന്നേ? സിഹിയുടെ ആത്മാവിന് ശാന്തി കിട്ടണം മോളെ. ആ കർമ്മ റാം തന്നെ ചെയ്യണം. ഇത് എന്റെ റാമിന് അവന്റെ മകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ കാര്യമാ. അവൻ തന്നെ ചെയ്യണം. അവനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. സുബി, ആഘോഷങ്ങള് എന്റെ അസ്ഥി നിബഞ്ജനം ചെയ്യാൻ പാടില്ല. അവരെ എന്തെങ്കിലും ചെയ്ത് വീട്ടിലേക്ക് വിളിക്കേ. എങ്ങനെ വിളിക്കാനാ? അച്ഛനോട് പറഞ്ഞ് ആഘോഷങ്ങളെ വിളിക്കേ. ശരി അച്ഛാ. മോളെ, നീ അച്ഛാന്ന് വിളിച്ചപ്പോ സിഹി എന്നെ അച്ഛാന്ന് വിളിക്കുന്ന പോലെ തോന്നി എനിക്ക്. പറ, എന്താ വിളിച്ചേ? ആഘോഷങ്ങൾ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? അക്കോസങ്ങൾ എപ്പോഴാ വരുന്നതെന്ന് വെച്ചാ അറിയില്ല മോളെ. ഇന്നവൻ ഇങ്ങോട്ട് വരുമോന്ന് പോലും എനിക്കറിയില്ല. അവര് വീട്ടിലേക്ക് വരണം, വരാൻ പറയോ? അക്കോസങ്ങളിനെ അങ്ങനെ അധികം ചോദിക്കാത്തവക്ക് ഇന്നെന്താ പറ്റിയത്? എന്താ കാര്യമെന്ന് പറ. എനിക്ക് അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയാ, വരാൻ പറയോ? ഓ ആണോ? ഓക്കെ, നോക്കാം. എടാ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു. എടാ അശോക, നീ ഇത് എവിടെയാ? നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്കൊന്ന് വന്നേ. സുബിതയെ കുറെ നേരമായിട്ട് നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക. ആഘോഷങ്ങൾ എപ്പോ വരും? എനിക്ക് അങ്കിളിലൂടെ കളിക്കണമെന്ന്. ആണോ? എടാ, എനിക്ക് നിന്നോടൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടായിരുന്നു. ശരി, എന്നാ നീ വീട്ടിലേക്ക് വാ, ഇവിടെ വന്ന് സംസാരിക്കാം. രാമ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിനക്ക് വരാവോ? എടാ, എങ്ങോട്ട് വരണമെന്ന്? അത് നടക്കില്ല അശോക, നീ ഇങ്ങോട്ട് വാ. പ്ലീസ് രാമ, ഇത് ഇമ്പോർട്ടന്റാ. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വാടാ. എന്താടാ, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാ. ഞാൻ ലൊക്കേഷൻ അയക്കാം, നീ വേഗം വാ. ആ ശരിടാ, ശരി, ഞാൻ വന്നോളാം. വാടാ. എന്താ പറഞ്ഞേ? അത് അക്കോശങ്കലിന് എന്തോ പ്രധാനപ്പെട്ട ജോലിയുണ്ട് അത്രേ, അതുകൊണ്ട് ഞാനിപ്പോ അങ്ങോട്ട് ചെല്ലണമെന്ന്. വൈകിട്ട് വരുമ്പോ ഞാൻ അവനെ കൂടെ കൂട്ടി വരാം. ആഘോഷങ്ങൾ അസ്ഥി ഒഴുക്കാൻ വേണ്ടി പ്ലാൻ ഇടുന്നതാണ് സുബി. നീ അച്ഛനെ പോകാൻ സമ്മതിക്കല്ലേ? എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അച്ഛനെ കെട്ടിപ്പിടിക്കേ. കെട്ടിപ്പിടിച്ചിട്ട് പറ. നിങ്ങൾ എങ്ങോട്ടും പോകണ്ട. എന്ത് പറ്റി മോളെ നിനക്ക്? ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? നിന്നെ പേടിപ്പിച്ചോ? അല്ലെങ്കിൽ ഞാനിപ്പോ നിന്നോട് കളിക്കണോ? പക്ഷേ ചക്കരെ, എനിക്ക് ഇന്നാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. അത് തീർത്തിട്ട് തിരിച്ചു വരാം. അപ്പോഴേക്കും നീ എഴുതാനും വായിക്കാനുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഞാൻ വന്ന ഫുൾ ഡേ നിന്റെ കൂടെ. ഓക്കെ, സീ യു സൂൺ. അച്ഛനെ തടയാൻ പോലും പറ്റില്ല നിന്നെ കൊണ്ട്. എന്തായിരിക്കും കാര്യം? ഈ അശോകൻ എന്തോ വലിയ ടെൻഷനിലാന്ന് തോന്നല്ലോ. ഹായ്. എന്താ ഇത്? ഇന്ന് ഭർത്താവ് കുറച്ച് സീരിയസ് ആണല്ലോ. അങ്ങനെയൊന്നുമില്ല. നീ എനിക്കെന്താ മനസ്സിലാവില്ലേ? എന്താ നിങ്ങൾ ആലോചിക്കുന്നേന്ന് പറയേ. അശോക് എന്നെ വിളിച്ചായിരുന്നു സീത. എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, വേഗം അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അവൻ നല്ല ടെൻഷനില്ല. അതിനെന്തായിരിക്കും കാര്യം ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്. നിങ്ങൾക്കും അശോകിനും ഓഫീസ് കാര്യങ്ങളല്ലാതെ വേറെന്ത് ടെൻഷൻ ഉണ്ടാവാനാ? കറക്റ്റ് സീത. ആക്ച്വലി നമ്മുടെ ഓഫീസിൽ ഒരു സീനിയർ എംപ്ലോയി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഗുഡ് എംപ്ലോയി. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല.
അവർക്ക് ഞാൻ പ്രൊമോഷൻ കൊടുത്തു. വൺ ഓഫ് ദ ബോർഡ് മെമ്പറായിട്ട് ഞാൻ അക്സെപ്റ്റും ചെയ്തു. അത് കഴിഞ്ഞപ്പോ ദേ അവൾ ഓഫീസിലേക്കുള്ള വരവ് നിർത്തി നിന്ന നിപ്പിൽ നമ്മളെയും കൈവിട്ടുന്നേ. എന്താ നിങ്ങളെ കളിയാക്കുവാണോ? പിന്നല്ലാതെ എന്താ സീത, കല്യാണം കഴിഞ്ഞപ്പോ മുതൽ ഭർത്താവ്, മകള്, കുടുംബം ഇത്രയേ ഉള്ളൂ. ഓഫീസിലേക്കൊന്നും തല പോലും കാണിക്കുന്നില്ല. എന്ത് ചെയ്യാനാ? നിങ്ങൾ ഓഫീസ് കാര്യങ്ങളെല്ലാം നോക്കുന്നു, ഞാൻ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കുന്നു. ഞാൻ ജോക്ക് പറഞ്ഞല്ല സീത, നീ സമാധാനമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്ക്. ഓഫീസിലെ കാര്യമൊക്കെ ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. എനിക്കിപ്പോ ആദ്യം പോയി അശോകനെ ഒന്ന് മീറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ ബൈ. എന്താ മറന്നുപോയോ? മറന്നു? എന്ത് മറക്കാൻ? കീ, കാർ കീ, വാച്ച്, എയർപോർട്സ്, ഫോണ്. ഇല്ല, ഒന്നും മറന്നില്ലല്ലോ. എല്ലാം എടുത്തോ? ആ, ഒന്നും മറന്നില്ല? ഇല്ല, ഒന്നും മറന്നില്ല. ശരി, പൊക്കോ. ഓക്കെ, ബൈ. ഞാൻ എന്ത് തന്നെ മറന്നു പോയാലും പുറത്തു പോകുമ്പോ ഇത് മാത്രം മറക്കില്ല എന്റെ സീത. ബൈ. നിനക്ക് അച്ഛനെ തടഞ്ഞു വെക്കാൻ പറ്റിയില്ല. ഇപ്പൊ കണ്ടോ, അവര് പോയില്ലേ? നിനക്ക് പവർ ഉള്ളതല്ലേ, നിനക്ക് പോയി അച്ഛനെ തടഞ്ഞൂടെ? അപ്പൊ അച്ഛൻ നിന്റെ അസ്ഥി നിബഞ്ജനം ചെയ്യില്ല. അയ്യോ, ഇവളെങ്ങോട്ടായി പോയത്? കുറച്ച് സ്പീഡിൽ ഓടിക്കേ. അസ്ഥി ഇവിടെ വെച്ചതാണല്ലോ, എവിടെ പോയി? ഞാൻ മുൻപിൽ വെച്ചതല്ലായിരുന്നോ? അതെങ്ങനെ അവിടെ എത്തി? ഞാനാ എടുത്തു വെച്ചത്. ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാ. ചിലപ്പോ ഞാൻ തന്നെ വെച്ചതായിരിക്കും. നിങ്ങളിങ്ങനെ സ്ലോ ആയിട്ട് വണ്ടി ഓടിച്ചാ എനിക്ക് ഉറക്കം വരും കേട്ടോ. ഞാൻ പുറകോട്ട് പോവാ. ഇതെങ്ങനെയാ മുന്നിലെത്തിയത്? ഇപ്പോഴല്ലേ പുറകില് കണ്ട്? എന്താ ഈ നടക്കുന്നതൊക്കെ?
ഞാൻ ഒരു വട്ടം പോയതാണല്ലോ. ഈ അമ്പലവും കണ്ട പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ കണ്ട പോലെ ഉണ്ടല്ലോ. എങ്ങനെ പോയിട്ട് ഒരിടത്ത് തന്നെ എത്തുന്നത് എന്താ? എന്താ ഇതൊക്കെ? ടെൻഷൻ ആവണ്ട, ഞാൻ മുമ്പിലേക്ക് വരാൻ നിക്ക്. എടാ നീ എവിടെയാടാ? ഞാൻ വന്നുകൊണ്ടിരിക്കുകയാടാ. ഇനി എന്തുമാത്രം സമയം എടുക്കും? ഈ സമയം കൊണ്ട് ഞാൻ അവിടെ എത്തേണ്ടതായിരുന്നു. ബട്ട് എനിക്ക് വഴിയിൽ കുറച്ച് കൺഫ്യൂഷൻ തോന്നുന്നു. 10 മിനിറ്റ് ഞാനിപ്പോ എത്തിയേക്കാം. എന്തോ ഇമ്പോർട്ടന്റ് കാര്യം പറയണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ ടെൻഷൻ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നീ എന്താ ലേറ്റ് ആവെന്ന് പറയുന്നത്? എടാ എന്താ കാര്യം പറ. എടാ നീ വെറുതെ ടെൻഷൻ ആവണ്ട, ഞാൻ അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കും. ശരി, വേഗം വാ. ബൈ. ഇതിലൂടെ ഇപ്പൊ പോയതല്ലേ ഉള്ളൂ, വീണ്ടും എങ്ങനെ എത്തിയത്? ഞാനാ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അക്കോശങ്കൾ. അച്ഛന്റെ അടുത്ത് ഈ അസ്ഥി കൊടുത്ത് എന്നെ പറഞ്ഞയക്കാൻ നോക്കിയാ ഞാൻ വെറുതെ ഇരിക്കോ? ഞാൻ നിങ്ങളെ നന്നായിട്ട് ചുറ്റിക്കുന്നുണ്ട്. ചുറ്റിക്കോ ചുറ്റിക്കോ. ഇറ്റ്സ് എ ലോങ് ഡ്രൈവ്. മോളെ, നീ ഇപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ട്. ഇനി നിന്റെ ഡ്രസ്സൊക്കെ നീ തന്നെ ഫോൾഡ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ കബോർഡൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. ദാ നോക്ക്, ഞാൻ പറഞ്ഞുതരാം. ദാ ഇങ്ങോട്ട് നോക്കേ. ദാ ഇങ്ങനെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ചെയ്താ നല്ല നീറ്റായിട്ടിരിക്കും. സിഹി എന്തായിരിക്കും ചെയ്യുന്നേ? അച്ഛനും പിന്നെ ആഘോഷങ്ങളും മീറ്റ് ചെയ്യുന്നത് തടഞ്ഞിട്ടുണ്ടാവോ? അല്ലെങ്കിൽ അച്ഛൻ പോയി അശോകങ്കളിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവോ? നോക്ക്, ഇങ്ങനെ എല്ലാ വസ്ത്രങ്ങളും മടക്കി വെച്ചാ എത്ര നീറ്റായിട്ടിരിക്കും അറിയോ? സിഹി, ഓയ്, ആ സീതമ്മ, എന്താ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. നിന്റെ ശ്രദ്ധയൊക്കെ ഇത് എവിടെയാ? ഇത്രയും നേരം ഞാൻ എന്താ പറഞ്ഞു തന്നെ? നീ അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ കേട്ടല്ലോ. ശരി, എന്താ ഞാൻ പറഞ്ഞത് പറ. അത് അപ്പൊ നീ കേട്ടിട്ടേ ഇല്ല. കള്ളം പറയാണല്ലേ നീ. എവിടുന്നാ നീ ഇതൊക്കെ പഠിച്ചത്? സോറി സീതമ്മ. ശരി, ഞാൻ ഒരു വട്ടം കൂടി പറഞ്ഞുതരാം. നല്ല ശ്രദ്ധയോടെ ഇതൊക്കെ കേൾക്കണം കേട്ടോ. നോക്ക്, ഫ്രോക്കില്ലേ, ദാ ഇങ്ങനെ മടക്കണം. സീതമ്മ, അച്ഛനെ ഫോൺ ചെയ്ത് വരാൻ പറയോ? എന്തിനാ? എനിക്ക് അച്ഛനെ കാണണം. ഓ, പണിയെടുക്കാതെ രക്ഷപ്പെടാനാ ഇപ്പൊ ഞാൻ വഴക്ക് പറഞ്ഞപ്പോ അച്ഛനെ വേണമല്ലേ നിനക്ക്? അതൊന്നും പറ്റില്ല. ആദ്യം ഡ്രസ് മടക്കുന്നത് പഠിക്കാൻ നോക്ക്. പ്ലീസ് സീതമ്മ, എനിക്ക് അച്ഛനെ കാണണം. സിഹി, വാശി പിടിക്കണ്ട. അച്ഛനെന്തോ ജോലിക്കാരായിട്ട് ഓഫീസിലേക്ക് പോയതാ. എപ്പോ വരും അറിയില്ല. എനിക്ക് ഇപ്പൊ കാണണം അച്ഛനെ. അവരെ വിളിക്കേ. എന്ത് പറ്റി നിനക്ക്? എന്തിനാ നീ ഇങ്ങനെ വാശി കാണിക്കുന്നത്? അതെ, എനിക്ക് വാശിയാ. സിഹി, ശരി, നീ ജോലിയൊന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. അച്ഛനെന്ന് എഴുതാൻ പഠിച്ചില്ലേ നീ? അതെഴുതാദ്യം. അച്ഛൻ വന്നാലേ ഞാൻ അച്ഛനെ എഴുതി കാണിച്ചു തരൂ. ഇപ്പൊ എന്താ, അച്ഛൻ വന്നില്ലെങ്കിൽ നീ ഒന്നും ചെയ്യില്ലേ?
ഒന്നും ചെയ്യില്ല. അച്ഛൻ വരുന്നവരെ ഒന്നും കഴിക്കില്ല. അച്ഛൻ വരണം, അച്ഛൻ വരണം, അച്ഛൻ വരണം. ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? എന്താന്ന് വെച്ചാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട്. നിങ്ങൾ എന്നെ ചിതാഭസ്മം ഒഴുക്കി എന്നെ പറഞ്ഞയക്കാൻ നോക്കിയാ ഞാൻ വെറുതെ ഇരിക്കുമെന്നോ? ഞാൻ ഇവിടെ നിൽക്കണം. ഞാൻ ഇവിടെ നിന്നിട്ട് ആ ഭാർഗവി ആന്റിയെ ഒരു പാഠം ശരിക്കും പഠിപ്പിക്കണം. എനിക്ക് ആ ബാഡ് അങ്കിളിനെ ഒരു പാഠം പഠിപ്പിക്കാനുണ്ട്. സീത പറ. ഹലോ റാം, നിങ്ങളുടെ ജോലി തീർന്നായിരുന്നോ? ഇല്ലല്ലോ, എന്താ? ഇവിടെ സിഹി നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് നല്ല വാശിയില്ല. നിങ്ങൾ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. ഇവിടെ മുഖം വീർപ്പിച്ചിരിക്കുക. ഇരുന്ന് എഴുതാൻ നോക്ക്, അച്ഛൻ വരൂ എന്നൊക്കെ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാൻ നോക്കി ഞാൻ. അച്ഛൻ വന്നാലേ അച്ഛൻ എഴുതൂ എന്നൊക്കെ പറഞ്ഞിരിക്കുക ഇവിടെ. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. സുബി ഇപ്പൊ എന്നെ അച്ഛനായിട്ട് അംഗീകരിച്ചല്ലോ. അവൾ എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ അവൾക്ക് ഹേർട്ടാവില്ലേ? നിങ്ങളുടെ ജോലി തീർന്നെങ്കിൽ ഒന്ന് വാറാം. ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. റാം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ സീത, ഞാനിപ്പോ അങ്ങോട്ട് വരാട്ടോ. ശരി റാം, ഓക്കെ, ബൈ. അച്ഛൻ വരുന്നുണ്ടോ? എന്തായാലും വരും. നിന്റെ വാശിക്ക് മുമ്പിൽ ആരെങ്കിലും തോറ്റല്ലേ പറ്റൂ. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാ മോളെ. ഓരോരുത്തർക്കും ഓരോ ജോലി ഉണ്ടാവില്ലേ? ഇനി ഒരിക്കലും ചെയ്യില്ല സീതമ്മ. പക്ഷെ എനിക്കിന്ന് അച്ഛനെ കണ്ടേ പറ്റൂ. അവര് വരുവാന്ന് പറഞ്ഞതല്ലേ മോളെ. നിനക്കിവിടെ ഞാൻ മാത്രം പോരല്ലേ? അച്ഛനെ കാണണം. ഇവന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആണല്ലോ? ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണോ? ഇനി അവൻ വരില്ല, എന്താണോ? എടാ, നീ ഇതെവിടെയാ? നിന്നെ കുറെ നേരം ഞാൻ കാത്തിരിക്കുക. നീ എന്താ വരാത്തത്? ശരിക്കും എന്താ പ്രശ്നം എനിക്കറിയില്ല. നിന്നെ ഫോൺ ചെയ്തിട്ടും സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നേ. നീ വോയിസ് കേട്ടോണ്ട് എന്നെ വിളിക്കണം കേട്ടോ. സുബി എന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. സോ ഞാൻ വീട്ടിലോട്ട് പോവാ അശോക. പരിചയമുള്ള റോഡാണല്ലോ, പിന്നെന്താ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു? സമയം സന്ധ്യയായല്ലോ. സന്ധ്യ കഴിഞ്ഞാൽ അസ്ഥി നിമഞ്ജനം ചെയ്യാൻ കഴിയില്ല. ദൈവമേ, എന്താ ഇതിന്റെ കാരണം? പ്ലീസ് ഹെൽപ്പ് മീ. എനിക്ക് എത്രയും പെട്ടെന്ന് റാം ഉള്ളിടത്ത് എത്തണം. അക്കുശങ്കൾ, നിങ്ങളെ കാണുമ്പോ പാവം തോന്നുന്നുണ്ട്. ദൈവം എന്തിനാ? നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാനുണ്ടല്ലോ. ഹൗ, ഒരു വിധത്തിൽ ഇവിടെ എത്തി. ഇനി വേഗം റാം നിൽക്കുന്നിടത്ത് എത്തണം. പോയിക്കോ പോയിക്കോ അങ്കിൾ, എന്റെ അച്ഛനെ കാണാൻ കഴിയില്ല. ഓൾറെഡി സുബി അച്ഛനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാണും.